നല്ല ചൂടൻ ചോറിന്റെ സൈഡിലായിട്ട് ദാ ഇതേപോലെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കറികളില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര ചോറ് വേണമെങ്കിലും ഇരുന്ന ഇരിപ്പിന് കാലിയാക്കുകയും. അപ്പൊ ദാ അതിനായിട്ട് ആദ്യമേ പുളി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്നിങ്ങോട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നിങ്ങോട്ട് കുതിർന്ന് വരാൻ നേരത്ത് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുകയായിരിക്കും അരിഞ്ഞെടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും ശരിക്കും ആ നീരൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരിക. അതിനുശേഷം നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുത്ത് നമ്മുടെ ഉള്ളിയും കൂടി പുളിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നായിട്ട് എരിവുള്ള പച്ചമുളകോ കാന്താരിമുളകൊക്കെ ചതച്ചിട്ട് ചേർക്കാനും നല്ലതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കൈവച്ചതാ ഇതേപോലെ നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരൊറ്റ ചമ്മന്തി കൂട്ടി വയറു നിറയെ ചോറിനാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.